Welcome to Rodian Digital Classroom. We were discussing about the liquidation of companies. This session also deals with solutions to some advanced problems in the same topic. സോൾവൻ്റ് ആയ കമ്പനികളുടെ ലിക്വിഡേഷൻ പ്രോസസ്സാണ് ഈ സെഷനിൽ നമ്മൾ നോക്കുന്നത്. സോൾവൻ്റ് ആയ കമ്പനികളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തേർഡ് പാർട്ടി ലയബിലിറ്റീസ് മുഴുവൻ കൊടുത്തു തീർത്തതിന് ശേഷവും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും അവരുടെ ഷെയർ ക്യാപിറ്റൽ മുഴുവനായിട്ടോ ഭാഗികമായിട്ടോ കൊടുത്തു തീർക്കുവാനുള്ള ഫണ്ട് ലിക്വിഡേറ്ററുടെ കയ്യിൽ കാണും എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് മുഴുവനായിട്ടും അവരുടെ ഷെയർ ക്യാപിറ്റൽ പോർഷൻ കൊടുത്തു തീർക്കാനുള്ള ഫണ്ട് ഉണ്ടായിരിക്കും. എന്നാൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ക്യാപിറ്റലിന്റെ ഒരു പാർട്ട് മാത്രമേ തിരിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. ഇനി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെ പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളതിന് ഒരു അഡീഷണൽ സ്റ്റെപ്പ് കൂടെ ഉണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും ഒരു സ്റ്റെപ്പ് കൂടെ കൂടുതൽ ചെയ്യേണ്ടി വരും. അതിൽ നോക്കുന്നത് എത്ര രൂപ ഓരോ ഷെയർസിന്റെയും പെയ്ഡ് അപ്പ് വാല്യൂ ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് നമ്മളിവിടെ പേയ്മെന്റ് തിരിച്ചു കൊടുക്കുന്നത്. ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ടിൽ എമൗണ്ട് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്പാണ് നമ്മളിവിടെ നോക്കുക. സാധാരണ രീതിയിൽ ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള എമൗണ്ട് കണ്ടുപിടിക്കുന്നത് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ആദ്യമേ ചെയ്യേണ്ടത് എല്ലാ പേയ്മെന്റ് കൊടുത്തു തീർന്നതിന് ശേഷം, അതായത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കുമുള്ള പേയ്മെന്റ് കൊടുത്തു തീർന്നതിന് ശേഷം ബാക്കി എത്ര രൂപ ലിക്വിഡേറ്ററുടെ കയ്യിലുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ എല്ലാം കണ്ടുപിടിച്ച് എത്ര രൂപ സർപ്ലസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കുക. അതിനുശേഷം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് സഫർ ചെയ്യേണ്ട ലോസ് കണ്ടുപിടിക്കുക. അതിനുള്ള ഫോർമുല എന്ന് പറയുന്നത് ടോട്ടൽ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് മൈനസ് സർപ്ലസ് അവൈലബിൾ ഇൻ സ്റ്റെപ്പ് 1. അതിനുശേഷം ഓരോ ഷെയറിന്റെയും ലോസ് കണ്ടുപിടിക്കുക. അതായത് മൊത്തം വാല്യൂ നമ്മൾ സ്റ്റെപ്പ് 2 കണ്ടുപിടിച്ചു, അത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആയിരിക്കും ഓരോ ഷെയറിന്റെയും ലോസ്. ഇനി ശ്രദ്ധിക്കേണ്ടത് കമ്പനിക്ക് എത്ര ടൈപ്പ് ഓഫ് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഉണ്ടെന്ന് നോക്കുക എന്നുള്ളതാണ്. പല പെയ്ഡ് അപ്പ് വാല്യൂ ഉള്ള ഷെയർസ് ഉണ്ടാകും. ആ പെയ്ഡ് അപ്പ് വാല്യൂ പെർ ഷെയറിൽ നിന്ന് പോയിന്റ് നമ്പർ 3 കണ്ടുപിടിച്ച ലോസ് പെർ ഷെയർ കുറയ്ക്കുക എന്നുള്ളതാണ്. അത് പോസിറ്റീവ് ആണെങ്കിൽ എമൗണ്ട് വിൽ ബി പേയബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ആ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അത്രയും എമൗണ്ട് കമ്പനിക്ക് തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ്. മൂവിങ് ഓൺ ടു ദ പ്രോബ്ലം നമ്പർ 6 നോക്കാം. ഇവിടെ ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അസറ്റ്സ് റിയലൈസ്ഡിന് മാത്രമാണ്, ക്യാഷ് ഇൻക്ലൂഡ് ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കമ്പനി സോൾവെന്റ് ആയതിനാൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അപ് ടു ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ് കൊടുക്കേണ്ടതാണ്. അതായത് 30/6/2018 വരെയുള്ള ഇൻട്രസ്റ്റ് ഡിബഞ്ചേഴ്സിന് കൊടുക്കേണ്ടതാണ്. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ₹38,000 അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ കൂടെ ഇൻക്ലൂഡഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആക്ച്വൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് 9,18,250 ആയിരിക്കും. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് സർപ്ലസ് അവൈലബിൾ ആണ്. എത്ര രൂപ തിരിച്ചു കൊടുക്കുന്നു എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടതാണ്. ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ക്യാഷ് അറ്റ് ബാങ്ക് 2,25,000. അസറ്റ്സ് റിയലൈസ്ഡ്, എല്ലാ അസറ്റ്സും റിയലൈസ് ചെയ്തതിന്റെ ഫിഗർ തന്നിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ട് 36,75,000. അതിൽ നിന്ന് ലിക്വിഡേഷൻ എക്സ്പെൻസ് 27,250. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ പറഞ്ഞിട്ടുണ്ട്. അസറ്റ്സ് റിയലൈസ് എക്സെപ്റ്റ് ബാങ്കിന്റെ 3% ആണ്. അതായത് 36,75,000ന്റെ 3% 1,10,250. ദെൻ 15% ഡിബഞ്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് 7,50,000. ഇൻട്രസ്റ്റ് ഡ്യൂ അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 1,12,500 ഓൾറെഡി ബാലൻസ് ഷീറ്റിലുണ്ട്. അതുകൂടാതെ ഡേറ്റ് ഓഫ് ലിക്വിഡേഷൻ മുതൽ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വരെ 6 മാസമുണ്ട്. സോ 7,50,000ന്റെ 15% ഫോർ 6 months അതും കൂടെ കൂടി 1,68,750 ആണ് ഇൻട്രസ്റ്റ് ഡിബഞ്ചേഴ്സിന്റെ ഡ്യൂ ആയിട്ടിരിക്കുന്നത്. ദെൻ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് 38,000. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 9,18,250. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് 2 years ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് ഡ്യൂ പറഞ്ഞിട്ടുണ്ട്. സോ 15 lakhsന്റെ 10% ഫോർ 2 years കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് മൊത്തം 18 lakhs ആണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ട്. ഇനി ബാക്കി വരുന്ന എത്ര എമൗണ്ട് ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാം. ഇനിയുള്ള എമൗണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ്. എത്ര രൂപ ബാക്കിയുണ്ടെന്ന് സോ നമ്മൾ ചെയ്ത് ഒന്നുകൂടെ ഒന്ന് നോക്കുക. മൊത്തം ടോട്ടൽ എമൗണ്ട് ഓഫ് അസറ്റ്സ് റിയലൈസ്ഡ് ഇൻക്ലൂഡിംഗ് ബാങ്ക് ബാലൻസ് 39 lakhs. അതിൽ നിന്ന് ലിക്വിഡേഷൻ എക്സ്പെൻസ് കുറച്ചപ്പോൾ 38,72,750. അതിൽ നിന്ന് ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ 1,10,250 ഡിഡക്ട് ചെയ്യുക. ബാലൻസ് എന്ന് പറയുന്നത് 37,62,500. ദെൻ 15% ഡിബഞ്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ടോട്ടൽ എമൗണ്ട് വരുന്നത് 9,18,750 ആണ്. ബാലൻസ് വരുന്നത് 28,43,750. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് കുറയ്ക്കുക. ബാലൻസ് വിൽ ബി 28,05,750. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് കുറയ്ക്കുക. 9,18,250. ബാലൻസ് എന്ന് പറയുന്നത് 18,87,500. അതിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിവിഡൻഡ് 18 lakhs കുറയ്ക്കുക. സോ ബാലൻസ് എമൗണ്ട് അവൈലബിൾ ഫോർ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി 87,500. ശ്രദ്ധിക്കുക, ക്വസ്റ്റനിൽ 2 ടൈപ്പ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണ് തന്നിരിക്കുന്നത്. അതായത് പെയ്ഡ് അപ്പ് വാല്യൂ 2 ആയിട്ടുള്ള 2 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഫോർമുല നോക്കാം. ബാലൻസ് അവൈലബിൾ അല്ലെങ്കിൽ സർപ്ലസ് അവൈലബിൾ എന്ന് പറയുന്നത് 87,500 rupees ആണ്. ലോസ് സഫേർഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കാണണം. ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 5,62,500 പ്ലസ് 13,50,000 ആണ്. അതിൽ നിന്ന് സർപ്ലസ് അവൈലബിൾ കുറയ്ക്കുക. സോ ലോസ് സഫേർഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വിൽ ബി 18,25,000. അതിൽ നിന്ന് ലോസ് പെർ ഷെയർ കണ്ടുപിടിക്കുക. ടോട്ടൽ ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുന്നത് 30,000 ആണ്. സോ ലോസ് പെർ ഷെയർ വിൽ ബി 60.83. പോയിന്റ് നമ്പർ 4 ആയിട്ട് എമൗണ്ട് പേയബിൾ
to 7,500 shares with rupees 75 per share paid up. അതിൻ്റെ ഫോർമുല എങ്ങനെയാണ്? paid up value per share minus loss per share as per step 3. So 75 minus 60.8333 into 7,500 shares. So total amount will be 1,06,175. അതൊരു പോസിറ്റീവ് ഫിഗർ ആണ്, അതുകൊണ്ട് നമ്മൾ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 22,500 ഷെയർസ് ആണ്. അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് rupees 60 പെർ ഷെയർ ആണ്. സോ ഫോർമുല അപ്ലൈ ചെയ്യുക. പെയ്ഡ് അപ്പ് വാല്യൂ പെർ ഷെയർ മൈനസ് ലോസ് പെർ ഷെയർ. ഇവിടെ നെഗറ്റീവ് ഫിഗർ ആണ് വരുന്നത്. സോ എമൗണ്ട് ഇൻ അപ്രോക്സിമേറ്റ് വിൽ ബി 18,675. അത് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് ദാറ്റ് ഷുഡ് ബി റിസീവ്ഡ് ഫ്രം ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. സോ അത് നമ്മൾ എഴുതുക. എമൗണ്ട് റിസീവ്ഡ് ഫ്രം 22,500 ഷെയർസ് അറ്റ് rupees 0.83 per share, 18,675 approximate. Then 7,500 ഷെയർസിന് rupees 14.1666 approximate ആണ് പേയ്മെന്റ് കൊടുക്കണം. That will be 1,06,175. So total of liquidators final statement of account will be 39,18,675. Moving on to problem number 7. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, liquidators remuneration asset realized മാത്രം കണ്ടാൽ മതി. കമ്പനി സോൾവെന്റ് ആയതുകൊണ്ട് തന്നെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ടിൽ ദ ഡേറ്റ് ഓഫ് പേയ്മെന്റ്, അതായത് 31/3/2018 വരെയുള്ള ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇൻകം ടാക്സ് പേയബിൾ എന്ന് പറയുന്ന ഒരു പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ ആണ്. സോ ആക്ച്വൽ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് വിൽ ബി 1,05,000 പ്ലസ് ഇൻകം ടാക്സ് പേയബിൾ 44,500, ടോട്ടൽ 1,49,500. ഷെയർ ക്യാപിറ്റലിന്റെ ഡിവിഡൻഡ് 2 വർഷത്തേക്ക് ഡ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 10 lakhs-ന്റെ 12% ഫോർ 2 years, 2,40,000 ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടതാണ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെ എമൗണ്ടിന്റെ ഒപ്പം. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സിന്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ട്രേഡ് ക്രെഡിറ്റേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ്. സോ ടോട്ടൽ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് വിൽ ബി 10,45,000. ഇവിടെയും സർപ്ലസ് അവൈലബിൾ ആണ്, അതുകൊണ്ട് തന്നെ എമൗണ്ട് പേയബിൾ ടു ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ എമൗണ്ട് റിസീവബിൾ ഫ്രം ഷെയർ ഹോൾഡേഴ്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. പ്രോബ്ലം ചെയ്യാം. അസറ്റ് റിയലൈസ്ഡ് ടോട്ടൽ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം 30,50,000. അതിൽ നിന്ന് ലിക്വിഡേഷൻ എക്സ്പെൻസ് 54,000. ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ അസറ്റ്സ് റിയലൈസ്ഡിൻ്റെ 3% ആണ്. സോ 91,500. 15% ഡിബഞ്ചേഴ്സ് 4 lakhs. അതിൻ്റെ ഇൻട്രസ്റ്റ് 4 lakhs-ൻ്റെ 15%. ഒരു വർഷത്തെ ഗ്യാപ്പിലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. സോ 1 year-ലേക്കുള്ള ഇൻട്രസ്റ്റ് കൊടുക്കണം 60,000. ദെൻ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആസ് ഐ സെഡ് 1,49,500. അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 10,45,000. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിവിഡൻറ്റ് ടോട്ടൽ എമൗണ്ട് വരുന്നത് 12,40,000. ഇനിയുള്ളത് സർപ്ലസ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ്. എത്ര എമൗണ്ട് ഉണ്ടെന്ന് നോക്കാം. അസറ്റ്സ് റിയലൈസ്ഡിൽ നിന്ന് 54,000 ലിക്വിഡേഷൻ എക്സ്പെൻസ് കുറയ്ക്കുക. ബാലൻസ് എമൗണ്ട് വിൽ ബി 29,96,000. അതിൽ നിന്ന് LR ലിക്വിഡേറ്റേഴ്സ് റെമ്യൂണറേഷൻ കുറയ്ക്കുക 91,500. ബാലൻസ് എമൗണ്ട് വിൽ ബി 29,04,500. 15% ഡിബഞ്ചർ ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുക. ബാലൻസ് എമൗണ്ട് വിൽ ബി 24,44,500. Then preferential creditors 1,49,500 ഡിഡക്റ്റ് ചെയ്യുക. ബാലൻസ് എമൗണ്ട് വിൽ ബി 22,95,000. അതിൽ നിന്ന് അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് 10,45,000 കുറയ്ക്കുക. 12,50,000 ബാലൻസ് വരും. അതിൽ നിന്ന് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇൻക്ലൂഡിംഗ് ഡിവിഡൻറ്റ് 12,40,000 കുറയ്ക്കുക. So amount available for equity shareholders will be 10,000. Then how it is being distributed among the 2 types of paid up capital ആണ് നോക്കുക. അതുവരെ നമ്മൾ ലോസ് സഫേർഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കാണണം. ടോട്ടൽ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മൈനസ് സർപ്ലസ് അവൈലബിൾ ആണ്. ടോട്ടൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3 lakhs പ്ലസ് 2,50,000 ആണ്. അതിൽ നിന്ന് 10,000 കുറയ്ക്കുമ്പോൾ 5,40,000 ആണ് ലോസ് സഫേർഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ലോസ് പെർ ഷെയർ കണ്ടുപിടിക്കുക. സോ 5,40,000 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 10,000 ആണ്. സോ ₹54 പെർ ഷെയർ. ഇനി കണ്ടുപിടിക്കേണ്ടത് എമൗണ്ട് പേയബിൾ ഓർ എമൗണ്ട് റിസീവബിൾ ഫ്രം ഷെയർസ് ആണ്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് 5,000 ഷെയർസ് ഓഫ് ₹60 പെയ്ഡ് അപ്പ് ആണ്. എമൗണ്ട് കണ്ടുപിടിക്കാം. പെയ്ഡ് അപ്പ് വാല്യൂ 60 പെർ ഷെയർ മൈനസ് ലോസ് പെർ ഷെയർ 54 ഇൻ 5,000 ഷെയർസ് 30,000 പോസിറ്റീവ് വാല്യൂ ആണ്. സോ ലിക്വിഡേറ്റർ ഹാസ് ടു റീപേ 30,000 ടു ദിസ് സെറ്റ് ഓഫ് 5,000 ഷെയർസ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 5,000 ഷെയർസ് വിത്ത് ₹50 പെർ ഷെയർ പെയ്ഡ് അപ്പ് ആണ്. ഫോർമുല അപ്ലൈ ചെയ്യുക. പെയ്ഡ് അപ്പ് വാല്യൂ പെർ ഷെയർ 50 മൈനസ് ലോസ് പെർ ഷെയർ 54 ഇൻറ്റു 5,000. സോ എമൗണ്ട് വിൽ ബി 20,000 നെഗറ്റീവ്. സോ ദാറ്റ് എമൗണ്ട് ഷുഡ് ബി റിസീവ്ഡ് ഫ്രം ദിസ് 5,000 ഷെയർ ഹോൾഡേഴ്സ്. എമൗണ്ട് റിസീവ്ഡ് ഫ്രം 5,000 ഷെയർസ് at ₹4 each, 20,000. The other 5,000 shareholders has to repay ₹6 per share, so 30,000. The total amount of liquidators final statement of account will be 30,70,000. Hope all of you have understood the class. Please go through the questions. Make sure that you are reading the problems very carefully before answering it. We have to find out whether the company is solvent and the company has got the ability to pay off its shareholders. Also remember that the debenture interest is payable according to the solvency or insolvency of the company. We will discuss some other topics of corporate accounts too in the next session. Thank you.
God bless.